നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ടെൽ-അവീവിൽ യമനിലെ ഹൂത്തികൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ-അവീവിലെ ബെൻ-ഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണവും ഹൂത്തികൾ നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ടാണ് വരുന്നത്. സനയിലെ അന്താരാഷ്ട്ര എയർപോർട്ടിനും സൈന്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഇതിനൊരു തിരിച്ചടി നൽകുകയാണ് ഹൂത്തികളെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. സനയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രിയോസ് അദനോം ഗബ്രിയേസസ് രക്ഷപ്പെട്ടത്. തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ടെഡ്രിയോസിന് പുറമെ ഏതാനും WHO ഉദ്യോഗസ്ഥരും തലസ്ഥാനത്തുണ്ടായിരുന്നെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഇവരെല്ലാം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം WHO സംഘം യമനിലെ ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത്. സംഭവത്തിൽ ഇവർ പുറപ്പെടാൻ നിന്ന വിമാനത്തിലെ ജീവനക്കാരനെ പരിക്കേൽക്കുകയും ആക്രമണത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ ടവറും യാത്രക്കാരിരിക്കുന്ന ലോഞ്ചിനും റൺവേക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ടെഡ്രിയോസ് എക്സിൽ കുറിച്ചു. ഇവർ നിന്നിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നു ബോംബ് പതിച്ചത്. UN സംഘം സുരക്ഷിതരാണെന്നും WHO തലവൻ അറിയിച്ചു. UN ഹ്യൂമനിറ്റേറിയൻ എയർ സർവീസിന്റെ ഭാഗമായിരുന്ന ഒരാൾക്കും പരിക്കേറ്റതായി പിന്നീട് വക്താവ് ടെസാനി ടെബ്ലായി സ്ഥിരീകരിച്ചു. ഏതാനും ദിവസങ്ങളായി യമൻ തലസ്ഥാനത്ത് രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. രാജ്യത്തെ വിവിധ തുറമുഖങ്ങളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. സന വിമാനത്താവളത്തിലും ഹുദൈദയിലെയും അൽ സാലിഫയെയും റാസ് ഹന്ദിബിലെയും തുറമുഖങ്ങളിലും താവളമാക്കിയ കെട്ടിടങ്ങളാണ് ആക്രമിച്ചതെന്ന് IDF അവകാശപ്പെടുന്നു. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ടെൽ-അവീവിലെ ഒരു മൈതാനത്ത് ഹൂതി മിസൈൽ വീണ് 16 പേർക്ക് പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് IDF യമൻ ആക്രമിച്ചതെന്നാണ് സൂചന. ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ സൈന്യവും യമനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്തെന്നാൽ ഇസ്രായേലിൽ അഴിമതി കേസ് നേരിടുകയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നെതന്യാഹുവിന് ഇപ്പോൾ മൊത്തത്തിൽ കഷ്ടകാലമെന്നാണ് തോന്നുന്നത്. കൂടാതെ നെതന്യാഹുവിന്റെ ഭാര്യ സാറ നെതന്യാഹുവിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അന്റോണി ജനറൽ നെതന്യാഹുവിനെതിരായ അഴിമതി കേസിലെ മുഖ്യ സാക്ഷിയെ ഉപദ്രവിച്ച ആരോപണത്തിലാണ് കേസെടുത്ത് അന്വേഷണം നടത്താൻ അന്റോണി ജനറൽ ഉത്തരവിട്ടത്. സാറ നെതന്യാഹുവും ഭർത്താവിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും അഴിമതി കേസിലെ പ്രധാന സാക്ഷിയായ ഹഡാസ് ക്ലീനിനെ ഭീഷണിപ്പെടുത്താനും ഒരാളെ ഏർപ്പാടാക്കുന്നതിന്റെ വാട്സാപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. എന്നാൽ നീതിന്യായ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അഴിമതി കേസിലെ ലീഡ് പ്രോസിക്യൂട്ടർ ലിയത് ബെൻ അരിയയുടെയും കുറ്റപത്രം നൽകിയ അന്റോണി ജനറലിന്റെയും വീടുകൾക്ക് പുറത്ത് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കാനും സാറ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നെതന്യാഹു പുറത്തുവിട്ട ഒരു വീഡിയോയിൽ തന്റെ ഭാര്യ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണെന്നും വെറും കള്ളമാണ് ഇതെല്ലാമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും പുതിയൊരു ഇരയെ കിട്ടിയിരിക്കുന്നു. അവർ എന്റെ ഭാര്യയ്ക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തുകയാണ്. എല്ലാം തെറ്റായ ആരോപണങ്ങളാണ്. എല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത വ്യാജ അജണ്ടകളാണെന്നെല്ലാമാണ് നെതന്യാഹു പറയുന്നത്. വഞ്ചന, വിശ്വാസവഞ്ചന, കൈക്കൂലി വാങ്ങൽ എന്നീ കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മാധ്യമ മുതലാളിമാരിൽ നിന്നും രാജ്യത്തെ സമ്പന്നരിൽ നിന്നും അനധികൃതമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്നാണ് നെതന്യാഹുവിനെതിരെ ഉയർന്ന ആരോപണം. കഴിഞ്ഞ വർഷം രോഗം ബാധിച്ചു മരിച്ച മുൻ സഹായി ഹാനി ബ്രാവൈസും സാറ നെതന്യാഹുവും തമ്മിൽ കത്തിടപാടുകൾ നടത്തിയെന്നും സാറയ്ക്കെതിരായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ നേരിടാൻ സാറ പോലീസിനെ സ്വാധീനിച്ചു.
നെതന്യാഹുവിന്റെ വിമർശകർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ബ്ലാവേഴ്സിനെ ചുമതലപ്പെടുത്തി എന്നിങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ സന്ദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മുഖ്യ സാക്ഷിയായ ഹഡാസ് ക്ലീനെതിരായ നീക്കങ്ങൾ നടത്താൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി പ്രവർത്തകരെ ചുമതലപ്പെടുത്തണമെന്നും അവർ ബ്ലാവേഴ്സിനോട് പറയുന്നുണ്ട്. ഹോളിവുഡ് നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർണോൾഡ് മിച്ചലിന്റെ സഹായിയാണ് ക്ലെയിൻ. നെതന്യാഹുവിന് $10,000 വിലമതിക്കുന്ന ഷാംപെയിന് മറ്റു സമ്മാനങ്ങൾ എന്നിവ എത്തിച്ചെന്നും ക്ലെയിൻ അഴിമതി കേസിൽ നെതന്യാഹുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെ ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളിൽ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊലപാതകം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ എന്നിവ ഉൾപ്പെടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. യുദ്ധത്തിന്റെ ഭാഗമായി പട്ടിണിയിലേക്ക് നയിച്ചത് ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റം നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ ആരോപിച്ചിട്ടുണ്ട്. ഗാസയിലെ തദ്ദേശികൾക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ അവർ നിയന്ത്രിച്ചു. ഇത് കടുത്ത മാനുഷിക പ്രതിസന്ധിയിലേക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിലേക്കും നയിച്ചുവെന്നും കോടതി വ്യക്തമാക്കി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിലേക്ക് നയിക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തതോടെ ഗാസയിലെ ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗാസയിലും സിറിയയിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ്. നമുക്കറിയാം, ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് യമൻ. അറബ് രാജ്യങ്ങൾക്കെതിരെയാണ് യമന്റെ വിമർശനം. ഇസ്രായേൽ ആക്രമണം തുടരുമ്പോഴും അറബ് രാജ്യങ്ങൾ മൗനം പാലിക്കുകയാണെന്ന് യമൻ വിമർശിച്ചു. ഗാസയിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീൻ വംശജരെ അടിയന്തരമായി സംരക്ഷിക്കാനുള്ള തീരുമാനം അറബ് സമൂഹം കൈക്കൊള്ളണമെന്നാണ് യമൻ പാർലമെന്റ് ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിന് യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ആവശ്യമായ ശിക്ഷ നൽകണമെന്ന് യമൻ ആവശ്യപ്പെടുന്നുണ്ട്. ഗാസയെ പിന്തുണയ്ക്കുന്നവരെ തീവ്രവാദികളായി പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ദിദിയോൻ സാറ പറഞ്ഞിരുന്നു. ഇതിനെയും യമൻ രൂക്ഷമായി വിമർശിക്കുകയാണ് ഉണ്ടായത്. അതായത് ഗാസയെ പിന്തുണയ്ക്കുന്നവരല്ല യഥാർത്ഥ തീവ്രവാദികൾ, മറ്റൊരു രാജ്യത്തേക്ക് അധിനിവേശം നടത്തി സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും ഉപദ്രവിക്കുന്നവരാണ് കുറ്റവാളികളെന്നും യമൻ കുറ്റപ്പെടുത്തി. കൂടാതെ വിദേശ ശക്തികൾ യമന് നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ രാജ്യം ഐക്യത്തോടെ നിൽക്കണം. ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സുരക്ഷയും പരമാധികാരവും ഉറപ്പുവരുത്തണമെന്നും അതിന് രാജ്യത്തിന് അവകാശമുണ്ടെന്നും യമൻ വ്യക്തമാക്കി. കരയിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന വിദേശ ആക്രമണങ്ങളെ നേരിടുന്നത് തുടരുമെന്നും യമൻ അറിയിച്ചിട്ടുണ്ട്. യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ, ബ്രിട്ടീഷ്, ഇസ്രായേൽ ആക്രമണങ്ങളെയും യമൻ പാർലമെന്റ് അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെയും ലംഘനമാണ്. നിലവിലെ ആക്രമണങ്ങൾ ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും യമൻ ആരോപിക്കുന്നു. 2021 ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ സായുധ സംഘടനയായ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. ചെങ്കടലിലെയും ഏദൻ കടലിലെയും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഭീഷണി വർദ്ധിച്ചതോടെ US-ഉം ബ്രിട്ടനും ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കേരള ന്യൂസ് മലയാളം.